ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ ഊബർ ലൈഫിൽ, അതായത് ഊബർ ഡ്രൈവർ ആ ഒരു ലൈഫിൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഇല്ലാത്തപ്പോൾ ഞാൻ സൈഡായിട്ട് ഊബറും ടാക്സി അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും അത്യാവശ്യം ഷൂട്ടില്ലാത്ത ദിവസമൊക്കെ ഞാൻ ഊബർ ട്രിപ്പ് എടുക്കാൻ ഇറങ്ങാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അതേപോലെ ഇറങ്ങി, എനിക്കൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ തമ്മിൽ നിങ്ങൾ കണ്ട പോലെ ഒരു പെൺകുട്ടിയാണ് വണ്ടിയിൽ കയറിയത്. ഇത് ആരെയും വ്യക്തിഹത്യ ചെയ്യാനോ ആ പെൺകുട്ടീനെ കളിയാക്കാനോ അങ്ങനെ ചെയ്യുന്നൊരു വീഡിയോ അല്ല. ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതും പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം. അത് സംഭവം വേറൊന്നുമല്ല. എനിക്ക് ഒരു ഉച്ച സമയം ഏകദേശം ഒരു 1:30 മണിയായപ്പോഴത്തേക്കും കാക്കനാട് ഇൻഫോ പാർക്ക് രാജഗിരി വാലിയിൽ നിന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായി. ആ രാജഗിരി വാലിയുടെ ഉള്ളിലൊരു ഫ്ലാറ്റാണ്. അപ്പോൾ അവിടെ നിന്നൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായി. അപ്പം ഞാൻ ആ സമയം ഞാൻ വേറൊരു ട്രിപ്പിലായിരുന്നു. ഊബർ ഓടിക്കുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മൾ മറ്റൊരു ഡ്രോപ്പിൻ്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ വേറൊരു ട്രിപ്പ് നമുക്ക് അടിക്കും. അപ്പോൾ അവരെ ഡ്രോപ്പ് ചെയ്ത ശേഷം നമ്മൾ തിരിച്ച് വന്ന് പുതിയ ഓർഡറിലെ ആളെ പിക്ക് ചെയ്യണം. അതാണ് ഊബറിൻ്റെ റൂൾ. അപ്പോൾ ഞാൻ അവിടെ ആളെ ഡ്രോപ്പ് ചെയ്തു. അവിടെ നിന്ന് ഞാൻ ഓടിയെത്തിയപ്പോഴത്തേക്കും ആൾ ഭയങ്കര റഷാണ്. വിളിക്കുമ്പോൾ റഷാണ്, വേഗം എന്നുള്ളത്. അപ്പോൾ ഒരു 1:32 എന്തോ ആണ് ട്രിപ്പ് ബുക്ക് ചെയ്ത് അപ്പോൾ ഞാൻ അവിടെ ഓടിയെത്തണമല്ലോ. അപ്പോൾ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ 1:45 1:43 ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും ഞാൻ ആ കസ്റ്റമർ ലൊക്കേഷനിലെത്തി ആളെൻ്റെ വണ്ടിയിൽ കയറി. അപ്പോൾ ആൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണത്. അപ്പോൾ എന്നോട് പറഞ്ഞു സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ടത്, പക്ഷെ പെട്ടെന്ന് എത്തണമെന്ന് പറഞ്ഞു. ഞാൻ ട്രെയിനിൻ്റെ സമയം ചോദിച്ചപ്പോഴത്തേക്കും ആളെന്നോട് പറഞ്ഞത് 2:15 കഴിയുമ്പോഴത്തേക്കും, 2:20 മുമ്പായിട്ടെന്തോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു നമുക്കത് എത്താൻ പറ്റില്ല. കാര്യം 1:45 കഴിഞ്ഞ് നമ്മൾ ഒരു വീക്ക് ഡേ ആണ് കേട്ടോ. വീക്ക് ഡേ ആണ്, ഹോളിഡേ വേറെ സൺഡേ കാര്യങ്ങളൊന്നുമല്ല, വീക്ക് ഡേ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എത്തില്ല. അപ്പോൾ പറഞ്ഞു ചേട്ടാ ഒന്ന് ട്രൈ ചേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് നമ്മൾ സ്ഥിരം ഓടിക്കുന്ന റോഡാണ്, നമുക്ക് എത്താൻ പറ്റില്ല. നമുക്ക് വെറുതെ ഒരു ഹോപ്പ് എന്ന് അത്രയും പേര് ഓടിക്കണ്ടായില്ല. 1:45 നമ്മൾ കാക്കനാട് രാജഗിരി വാലിയിൽ നിന്ന് പുറപ്പെട്ടാൽ അരമണിക്കൂറിനുള്ളിൽ എന്തായാലും നമ്മൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തില്ല. എന്തോരം സിഗ്നൽ ഉണ്ട്, വൈറ്റില ഉൾപ്പെടെയുള്ള ഒരുപാട് സിഗ്നൽ കാര്യങ്ങൾ, അതിൻ്റെ ഇടയിലുള്ള ബ്ലോക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഒന്ന് ട്രൈ ചെയ്യട്ടാന്ന് പറഞ്ഞാൽ ഓക്കെ. ഞാനപ്പോൾ ഒരാൾ നമ്മുടെ വണ്ടി കയറി അവിടെ എത്തിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഡ്യൂട്ടിയാണ്, എത്തിച്ച് സേഫായിട്ട് എത്തിക്കാൻ നമ്മുടെ ഡ്യൂട്ടിയാണ്. അവർ പറഞ്ഞ സമയത്ത് എത്തിക്കാൻ പറ്റുമെന്ന് നമ്മൾ ശ്രമിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഓക്കെ, അതിന് മാക്സിമം എനിക്ക് പറ്റുന്ന വേഗത്തിൽ. അറിയാമല്ലോ അവിടുത്തെ റോഡും തിരക്ക് കാര്യങ്ങളെല്ലാം കൊണ്ട് പണി നടക്കുന്നതെല്ലാം കൊണ്ട് പയ്യെ, മീൻസ് നമുക്കൊരു മിനിമം സ്പീഡിലേ നമുക്ക് ഓടിച്ച് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെൺകുട്ടി പിന്നെയും പറയുന്നത് ചേട്ടാ ട്രെയിൻ പോകും, പെട്ടെന്ന് പോകണം. ഞാൻ പറഞ്ഞ് നമുക്ക് എനിക്ക് വലിയ സ്പീഡിൽ പോകാനുള്ള പരിമിതിയുണ്ട്. കാരണം ഇതൊരു ടാക്സി വണ്ടിയാണ്, പിന്നെ ഊബറാണ്. നമ്മൾ ഇതേക്ക് റോഡിൽ കിടന്ന് ഭയങ്കര ഒരു പരക്കം പാഞ്ഞാൽ വല്ല പോലീസ് വല്ലതും പെറ്റിയടിച്ചാൽ എൻ്റെ പേരിലേ വരുള്ളൂ, നിങ്ങൾ ട്രെയിനിങ് കയറി പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അപ്പോൾ പെൺകുട്ടി പറഞ്ഞത് ഞാനും വണ്ടി ഓടിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് ഈ റോഡിൽ കൂടെ പോകുമ്പോൾ അറിയാമല്ലോ, എന്ത് വന്നാലും നമ്മൾ ആ ഒരു ടൈമിനുള്ളിൽ എത്തില്ല. എത്ര സ്പീഡിൽ പോയെന്ന് പറഞ്ഞാലും നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ, നമുക്ക് സ്പീഡ് ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ആളൊന്നും മിണ്ടാതെയായി. പിന്നെ ഞാൻ എനിക്ക് പറ്റുന്ന സ്പീഡിൽ എത്തിക്കാൻ വൈറ്റിലെത്തിയപ്പോഴത്തേക്കും നമ്മുടെ മൊത്തം പ്ലാനിങ് തെറ്റി പണിത് കൊച്ചിയിൽ വെച്ചിരിക്കുന്നൊരു പാലമുള്ള വൈറ്റില പാലം. അപ്പോൾ അവിടെ എത്തിയ പിന്നെ സിഗ്നലിൽ കിടന്ന നമ്മുടെ ഒരു 5-6-7 മിനിറ്റോളം പോക്കാം നമ്മളവിടെ കിടക്കും. അപ്പോൾ ആ സമയമായപ്പോഴത്തേക്കും ആ കുട്ടി കരയുന്നുണ്ട്, പുറകിലിരുന്ന് കരയുന്നത് ഞാൻ ശ്രദ്ധിച്ചു, മിററിലൂടെ കാണുകയും ചെയ്തു. അപ്പോൾ ശബ്ദവും കേൾക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചല്ല, ഇങ്ങനെ പറഞ്ഞു, എന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. കാര്യം നമ്മുടെ റോഡാണ്, നമ്മുടെ നാടാണ്, ഈ ഒരു സ്പീഡിലൊക്കെ എത്തിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ ആളുടെ സൈഡിൽ നോക്കുമ്പോഴത്തേക്കും ശരി, എന്തെങ്കിലും അത്യാവശ്യ ഘട്ടത്തിന് ട്രെയിൻ പോകേണ്ട ആളാണ്. പക്ഷേ എനിക്കതിലൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. കടവന്ത്ര സിഗ്നൽ എത്തിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഞാൻ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പുറകിൽ എത്തിച്ചു തന്നാൽ മതിയാന്ന് ചോദിച്ചു.
അപ്പോൾ ആൾ പറഞ്ഞു വേണ്ട, ട്രെയിൻ ഓൾറെഡി പോയെന്ന് പറഞ്ഞു. എനിക്ക് അത് കേട്ടപ്പോൾ ബുദ്ധിമുട്ടായി. പക്ഷേ എന്ത് പറഞ്ഞാൽ ഹെൽപ്ലെസ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിൽ. എന്നിട്ട് ആളൊരു റെസ്റ്റോറൻറ്റ് ഇറക്കിയാൽ പറഞ്ഞു. ആൾ റെസ്റ്റോറൻറ്റിൽ ഇറക്കി കൊടുത്തു. ഇത് ഞാൻ ആളെ കളിയാക്കാനോ ആളുടെ ഒരു ഒന്നിനും വേണ്ടി ചെയ്തൊരു വീഡിയോ അല്ല. കാര്യം നിങ്ങൾ എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ നേരത്തെ ഇറങ്ങാൻ ശ്രമിക്കുക. കാര്യം നമ്മുടെ നാട്ടിൽ തിരക്ക് ഇപ്പം അങ്ങനെയാണ്. ഓരോ പണി കഴിയുമ്പോഴും ഓരോ പണി പുതിയത് വരും. കാരണം ഒരു മെട്രോ കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ അടുത്ത മെട്രോ പണിതുകൊണ്ടിരിക്കുന്നതാണ്. അതൊക്കെ വികസനത്തിൻ്റെ ഭാഗമാണ്, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ അപ്പോൾ നമ്മുടെ പല കാര്യങ്ങളും അതിനനുസരിച്ച് ഡിലേ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നേരത്തെ ഇറങ്ങുക. ഇപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞില്ല 1:32 ബുക്ക് ചെയ്യുമെന്ന് പറഞ്ഞില്ല. 1:32 ബുക്ക് ചെയ്ത് അത് ഊബർ വേറെ ഒരു ഡ്രൈവറെ അസൈൻ ചെയ്ത് ആ ഡ്രൈവർ ഓടി എത്തുമ്പോൾ തന്നെ ഒരു 10 മിനിറ്റ് എന്തായാലും എടുക്കും. അപ്പോൾ ഏകദേശം 1:40. അപ്പോൾ ബുക്ക് ചെയ്ത സമയത്ത് പോലും 1:30 ബുക്ക് ചെയ്താൽ പോലും നമുക്ക് പ്ലാൻ ചെയ്ത സമയത്ത് അവിടെ എത്താൻ പറ്റില്ല. അപ്പോൾ അത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് ചെയ്യാനുള്ള കാര്യം. കാരണം ഈ ഒരു ടൈം ഗ്യാപ്പ് നമ്മുടെ നാട്ടിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിറങ്ങേണ്ട കാര്യമാണ്. അപ്പോൾ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. കാര്യം ഇങ്ങനത്തെ ഒരാൾ നിൻ്റെ വണ്ടിയിൽ നിന്ന് ഈ ഒരു കാര്യം പറഞ്ഞ് കരഞ്ഞു, പിന്നെ എനിക്കത് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ എനിക്കതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായില്ല. ഇതെനിക്കൊരു നടന്നിട്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാര്യം ഇതുകൊണ്ടാണ്. നമ്മൾ എല്ലാം മാക്സിമം പ്ലാൻ ചെയ്ത് കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ നല്ലതാവും. നമ്മുടെ കണക്കൂട്ടലനുസരിച്ചല്ല ഇപ്പോൾ റോഡിലെ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കണം. നമ്മൾ ഒരു അരമണിക്കൂർ നേരത്തെ ഇറങ്ങിയാൽ അത്രയും നല്ലത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. എനിക്ക് പുതിയൊരു ട്രിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്.